അപ്പോൾ ഇത് എടക്കര പോലീസ് സ്റ്റേഷനിലെ വണ്ടിയാണ്. ഇതാണ് നമ്പർ KL01BP 4474. അതിന് നമ്പർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, നമ്പർ പ്ലേറ്റ് ഇല്ല. അവസ്ഥ ഒരു നമ്പർ പ്ലേറ്റ് പോയിട്ട് ഒന്നുമില്ല, വണ്ടി തന്നെ ഒരു ശോകാവസ്ഥ, ആകെ തുരുമ്പെടുത്ത വണ്ടി. അപ്പൊ അവർക്ക് എന്തോ ആവാന്നുള്ള ഭാവമാണ്. അങ്ങനെ തന്നെ എന്നോട് പെരുമാറിയ കേട്ടോ. അങ്ങനെ പ്രോബ്ലം ആയിട്ടൊന്നല്ല ഇത്. ഞാൻ ഈ 2-3-4 പ്രാവശ്യം നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെ ഇടയ്ക്കിരുന്ന് ഓരോ സ്റ്റേഷനിൽ ഓരോ കാര്യത്തിന് നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വണ്ടിയാണത്, ഓഫീസർമാർ വരുന്ന വണ്ടിയാണത്. അപ്പൊ 2-3-4 പ്രാവശ്യം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ചോദിച്ചു മൂപ്പരോട്, അല്ല സാർ ഇത് നമ്പർ പ്ലേറ്റ് ഇല്ലെന്ന്. മൂപ്പര് നമ്പർ പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് വണ്ടിന്റെ അടുത്ത് തന്നെയായിരുന്നു. എന്നാലും ഞാനും വണ്ടിന്റെ അടുത്ത് തന്നെ, ഇത് നമ്പർ പ്ലേറ്റ് ആണോ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തോ ആവാലെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്താണ് നിനക്ക് കംപ്ലൈന്റ് ഉണ്ടായി പോയി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് മീഡിയയിലിടും പറഞ്ഞു. അപ്പൊ മൂപ്പര് നീ എന്താ വെച്ചാൽ കാട്ടിക്കോ, കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്തു തന്നു. അപ്പൊ തന്നെ ഞാൻ മൂപ്പര് മുമ്പ് തന്നെയാണ് വീഡിയോ എടുത്തതും ഈ ഫോട്ടോ എടുക്കും. അതുള്ളൂ. എന്തായാലും ഇത്ര എന്താ പറയാ മോശമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടു നടക്കാൻ പാടില്ല സേനയിൽ. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചതെന്നാണ്. നിലമ്പൂർ എടക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു ജീപ്പിനെ കുറിച്ചിട്ടാണ്. ആ ജീപ്പിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ തുരുമ്പെടുത്ത്, ആ ബമ്പറിന്റെ സൈഡെല്ലാം നോക്കിയാൽ തുരുമ്പെടുത്ത് നശിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ കേസ് കൊടുക്കുക. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ, നിന്നെ കൊണ്ടൊന്നും ഞങ്ങളെ ഒരു കോപ്പും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. ഇതേ സമയം ഒരു സാധാരണക്കാരന്റെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ എത്രയൊക്കെ ഫൈനുകൾ നമുക്ക് കിട്ടുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ ഒരിക്കലും പോലീസിനെതിരോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെതിരോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാർട്ടിക്കെതിരായിട്ടോ അല്ല സംസാരിക്കുന്നത്. നിയമം എന്ന് പറയുന്നത് അത് നിയമപാലകരാദ്യമേ നല്ല രീതിയിൽ ചെയ്ത് കാണിച്ചിട്ട് വേണം നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറാനായിട്ട്. അല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി മാത്രം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാകരുത് നിയമങ്ങൾ. അതിനെ മാത്രമാണ് ഞാൻ എതിർക്കുന്നത്. ആ പോലീസുകാരൻ വളരെ വ്യക്തമായിട്ടാണ് പുള്ളിയോട് പറഞ്ഞത്, നിനക്ക് കേസ് കൊടുക്കാമെങ്കിൽ കേസ് കൊടുത്തോ, സോഷ്യൽ മീഡിയ എങ്കിൽ ഇടാമെങ്കിൽ ഇട്ടോ, നോ പ്രോബ്ലം. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ആരും അവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ ഓടത്തില്ലല്ലോ. കാരണം സാധാരണക്കാരായ ആളുകളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചിട്ടാണ് ഈ വണ്ടിയും കൊണ്ട് ഈ പോലീസുകാർ ഇതിന്റെ മുന്നിൽ കൂടെ നടക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. സാധാരണ ഞാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ന്യൂ ജനറേഷൻ ബൈക്കുകൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അവരുടെ നമ്പർ പ്ലേറ്റ് ശരിയായ രീതിയിലല്ല ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ അവർ അറസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകുന്നതും ഫൈൻ കൊടുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരുടെ നമ്പർ ക്ലിയർ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴും അത് തെറ്റായിരിക്കണം. നിയമം ജനങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. ആദ്യം നിങ്ങളിൽ നിന്നിട്ട് വേണം നിയമങ്ങൾ കൃത്യമായ രീതിയിൽ പാലിച്ചു തുടങ്ങാനായിട്ട്. നിങ്ങളൊരു മാതൃകയാവട്ടെ, എന്നിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ സിസ്റ്റങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് ഒരു മാതൃകയാവട്ടെ. അവര് അതിനുശേഷം അനുസരിക്കാനായിട്ട് അവരെ നിർബന്ധിക്കുക.